ഹായ് ഓൾ, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സും മാനുഫാക്ചറിങ് തൊട്ട് സെയിൽസ് വരെയുള്ള അതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് സീരിയൽ നമ്പർ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ സെല് ചെയ്യുവാണെങ്കിൽ അതിൽ എന്താണെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള സീരിയൽ നമ്പർ ഉണ്ടാവും ഓരോ പ്രൊഡക്ട്സിനും. അത് മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ തന്നെ അത് നമ്മൾ ആ സീരിയൽ നമ്പർ അതിലേക്ക് എൻറോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതൊരു റീറ്റെയിലർ പർച്ചേസ് ചെയ്യുന്ന സമയത്തും അതുപോലെ അയാൾ ഒരു കൺസ്യൂമർക്ക് സെൽ ചെയ്യുന്ന സമയത്തും ഈ ഒരു സീരിയൽ നമ്പർ ആ എല്ലാ പ്രോസസ്സിലും എല്ലാ സ്റ്റേജസിലും റെക്കോർഡ് ചെയ്യും. അപ്പം ആർക്കാണ് നമ്മൾ ഇത് വിറ്റത്, ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങിയത് എന്നുള്ള ഒരു സിംഗിൾ യൂണിറ്റ്സിന്റെ ഈ ഒരു ട്രാക്കിംഗ് പോസിബിൾ ആക്കുന്ന ഒരു ഫീച്ചറാണ് സീരിയൽ നമ്പർ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് സോഹോ ഇൻവെന്ററി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ ഇനേബിൾ ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൽ വരിക, ഐറ്റം എന്നുള്ള മോഡ്യൂളിൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇനേബിൾ സീരിയൽ നമ്പർ ട്രാക്കിംഗ് എന്ന് കാണാം. ഇവിടെ നമ്മൾ യെസ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനാണ് നമ്മൾ സീരിയൽ നമ്പർ ട്രാക്കിംഗ് ഇനേബിൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ലാപ്ടോപ്പ് എന്നൊരു പ്രൊഡക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ യൂണിറ്റ് പീസസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ HSN കോഡ് കൊടുക്കുന്നുണ്ട്. ദെൻ സെല്ലിംഗ് പ്രൈസ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. പർച്ചേസ് പ്രൈസും നമ്മളിവിടെ കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ട്രാക്ക് ഇൻവെന്ററി ഫോർ ദിസ് ഐറ്റം എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ട്രാക്ക് സീരിയൽ നമ്പർ എന്ന് കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നു. ദെൻ ഇൻവെന്ററി അക്കൗണ്ട് ഇൻവെന്ററി അസറ്റ് ആയിട്ടും വാല്യുവേഷൻ മെത്തേഡ് ഫിഫോ ആയിട്ടും കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ കൊടുക്കണം ഈ ഐറ്റത്തിന് സീരിയൽ നമ്പർ ട്രാക്കിംഗ് ഇനേബിൾ ചെയ്യണോ എന്നുള്ളത്. നമ്മളിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസാക്ഷൻ വന്നു, എന്തെങ്കിലും പർച്ചേസോ സെയിൽസോ വന്നു, അതിന് ശേഷം നമ്മൾ വിചാരിക്കുകയാണ് ഇതിന് വേണ്ട ഡിസേബിൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതപ്പോൾ പറ്റത്തില്ല. ട്രാൻസാക്ഷനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മളിത് എഡിറ്റ് ചെയ്ത് ഇവിടെ നൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ട്രാൻസാക്ഷൻ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ തിരിച്ച് നമ്മൾ ചെയ്തതിലേക്ക് അൺഡു ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി ഞാനിതിനൊരു പർച്ചേസ് ബില്ല് ക്രിയേറ്റ് ചെയ്യുവാണ് ഈ ലാപ്ടോപ്പിന്. അപ്പം നമ്മൾ ബിൽസിൽ വന്നിട്ട് ന്യൂ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ വെൻഡറിൻ്റെ നെയിം സെലക്ട് ചെയ്തിട്ട് ബിൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, ബിൽ ഡേറ്റ് കൊടുക്കുന്നു. ദെൻ നമ്മൾ ആ ലാപ്ടോപ്പ് എന്നുള്ള ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വന്നിട്ട് ആഡ് സീരിയൽ നമ്പേഴ്സ് എന്നും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു 10 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു 45,000. അപ്പം നമ്മളിവിടേക്ക് സീരിയൽ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സീരിയൽ നമ്പർ കൊടുക്കുമ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ബാർകോഡ് സ്കാനർ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് ഇവിടേക്ക് സീരിയൽ നമ്പർ കയറ്റാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോമ ഇട്ടും സീരിയൽ നമ്പേഴ്സ് ഇവിടേക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതുപോലെ 10 എണ്ണത്തിൻ്റെ സീരിയൽ നമ്പർ കൊടുക്കുകയാണ്. ദെൻ സേവ് ചെയ്യുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ആസ് ഓപ്പൺ എന്നുള്ളത് കൊടുക്കുന്നു. നമ്മൾ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സിൽ വരിക, ന്യൂ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളിവിടേക്ക് എൻ്റർ ചെയ്യുന്നു. ലാപ്ടോപ്പ് ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ സീരിയൽ നമ്പർ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കാണിക്കും, ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ സീരിയൽ നമ്പറും. അപ്പോൾ ഇതിൽ ഏത് സീരിയൽ നമ്പറാണോ നമ്മൾ സെല്ല് ചെയ്ത് ഔട്ട് ചെയ്യുന്നത് ആ ഒരു സീരിയൽ നമ്പർ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം സേവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബാർകോഡ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ദെൻ നമ്മൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. ഇവിടെ സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ മാർക്ക് സെൻഡ് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ഈ പ്രൊഡക്റ്റ് സീരിയൽ നമ്പർ ട്രാക്ഡ് ആണോ എന്നുള്ളത് കൊടുക്കണം. പർച്ചേസ് ബിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് സീരിയൽ നമ്പർ കൊടുക്കണം. അതേപോലെ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സീരിയൽ നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ ഒരു ഐറ്റത്തിന് പോയിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നുള്ള ഒരു ഐറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ സീരിയൽ നമ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സീരിയൽ നമ്പേഴ്സ് ഷോ ഓൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റത്തിന്റെ കംപ്ലീറ്റ് സീരിയൽ നമ്പർ കാണാം. ഇത് നമ്മൾ അൺടിക്ക് ചെയ്യുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സീരിയൽ നമ്പർ ആയിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. റിപ്പോർട്ട്സിലേക്ക് വരുന്ന സമയത്ത് സീരിയൽ നമ്പർ ഡീറ്റെയിൽസ് എന്ന റിപ്പോർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഓരോ ഐറ്റത്തിന്റെ പേരും അതിനെ റിലേറ്റ് ചെയ്യുന്ന സീരിയൽ നമ്പേഴ്സും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ആ ഒരു സീരിയൽ നമ്പറിന്റെ സ്റ്റാറ്റസും നമുക്ക് കാണിക്കും. ഇത് സ്റ്റിൽ സെയിൽ ചെയ്യാൻ അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്ന് പറയും, അല്ലെങ്കിൽ സോൾഡ് ആണെങ്കിൽ സോൾഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. ഇതിന്റെ ഇൻവേർട്ട് ട്രാൻസാക്ഷൻ കാണിക്കും, അത് പർച്ചേസ് ബില്ല് വഴിയാണ് വന്നതെന്ന് കാണിക്കും. അതേപോലെ തന്നെ ഇത് സോൾഡ് ആണെങ്കിൽ ഔട്ട്വേർഡ് ട്രാൻസാക്ഷൻ കാണിക്കും. ഇതിപ്പോൾ ഇൻവോയ്സ് ആയതുകൊണ്ട് ഇൻവോയ്സ് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ വൈസും ഈ റിപ്പോർട്ട് കാണിക്കുന്നുണ്ടാവും.